ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കും. ആ കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യണത്. ആദ്യം തന്നെ എന്തെങ്കിലും തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യുക. അത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ വളരെ വൃത്തികേടാണ്. അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ വിസിലടിക്കുമ്പോൾ അങ്ങനെ തെറിക്കാറുണ്ട്. അപ്പം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ആ മഞ്ഞ കളറ് ചുമരിൻ്റെ മുകളിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതും ഉണങ്ങണേൻ്റെ മുന്നേ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അവിടെ വൃത്തിയായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു കളറ് വന്നിട്ട് ആകെ വൃത്തികേടാവും. പിന്നെ നമുക്കത് വൃത്തിയാക്കി വരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് തിളച്ച് പോയ വഴിക്ക് തന്നെ വൃത്തിയാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെല്ലാവരിലും കണ്ടുവരുന്നൊരു ശീലമാണ് ഈ ബാക്കി വന്ന കവർ ഇങ്ങനെ കെട്ടി വെക്കണത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ വെക്കും. അതൊക്കെ അടുക്കളയിൽ വൃത്തിയില്ലാതിരിക്കാനുള്ള ഒരു മെയിൻ കാരണമാണ്. ഇതേപോലെ പാത്രങ്ങളിലാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ അടുക്കള നല്ല നീറ്റായിട്ട് എപ്പോഴും ഇരിക്കും. നമ്മൾ കവറ് അധികം ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് പുതിയ പാത്രങ്ങൾ മേടിക്കണം എന്നൊന്നുമില്ല. അച്ചാർ വാങ്ങിക്കുമ്പോൾ കിട്ടും, അതേപോലെ പല പാത്രങ്ങളും കിട്ടും. അതിലൊക്കെ ആക്കി വെച്ചാൽ മതി. കുറച്ച് സാധനങ്ങളുള്ളത് ചെറിയ പാത്രത്തിലാക്കി വയ്ക്കുക. അല്ലാതെ കുറച്ച് സാധനങ്ങൾ വലിയ പാത്രത്തിലാക്കി വയ്ക്കുമ്പോൾ അത്രയും സ്ഥലം അവിടെ പോവാണ്. അപ്പോൾ ഇങ്ങനെ നീറ്റായിരിക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയുടെ ഒരു വശത്ത് തന്നെ ഒരു കവർ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വയ്ക്കും. അത് അടുക്കളയിൽ വൃത്തിയില്ലാതിരിക്കണതിനൊരു കാരണമാണ്. എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെക്കണം. പിന്നെ നമ്മൾ അധികം ആൾക്കാരും ചെയ്യണ ഒരു ശീലമാണ് വെച്ച പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് അടച്ചു വെക്കുന്നത്. അത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. വെച്ച പാത്രത്തിലല്ലാതെ അതിൻ്റെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ അടുക്കള നീറ്റായിരിക്കും. ഇതുപോലെ തന്നെ പാത്രം കഴുകണതിൻ്റെ അവിടെ വേസ്റ്റ് ഇടാൻ വെക്കുന്ന ഒരു പാത്രം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അകവും പുറവും വൃത്തിയാക്കണം. അല്ലെങ്കിൽ അതിൽ ഈച്ചയൊക്കെ വന്നിരുന്നിട്ട് വളരെ വൃത്തികേടാവും. പാത്രം കഴുകണതിൻ്റെ അവിടെ നല്ല നീറ്റായിട്ട് തന്നെ വെക്കുക. അപ്പപ്പുള്ള പാത്രങ്ങൾ അപ്പപ്പം കഴുകി വെക്കണം. കട്ടിംഗ് ബോർഡ് നമ്മൾ പലരും ചെയ്തു തരുന്ന ഒരു കാര്യമാണ്. കട്ട് ചെയ്യും, എന്നിട്ട് അത് അങ്ങനെ എടുത്ത് വെക്കും. പക്ഷെ അത് അപ്പം കഴുകണം. അതേപോലെ ഈ ഇടിക്കണതും പലരും ഇടിച്ചിട്ടത് അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയില്ലാത്തതിന് മെയിൻ കാരണമാണ് പാത്രങ്ങൾ. വെള്ളം നന്നായി വാർന്നതിന് ശേഷം അതിൻ്റെ സ്ഥലത്ത് വയ്ക്കുക. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള വളരെയധികം നീറ്റായിട്ടിരിക്കും.